എനിക്ക് തോന്നുന്നു സാറ് ഒളിവിൽ ഉള്ള സമയത്ത്, അതായത് ഒരു മാർച്ച് 25-നാണെന്ന് തോന്നുന്നു, ഈ ഒരു 2010 മാർച്ച് 25-നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു സാറിന് കോള് വരുന്നതും സാറ് പിന്നെ ഒരു കോളേജ് പറഞ്ഞതനുസരിച്ച്, കോളേജിലെ അധികൃതർ പറഞ്ഞതനുസരിച്ച് മാറി നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മാർച്ച് 26-ന് നിയമസഭാ സമ്മേളനം നടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നത് പ്രോ വൈസ് ചാൻസലർ പറഞ്ഞു ഇങ്ങനെ ഒരു പാഠഭാഗം ഇതിൻ്റെ പാഠപുസ്തകം ഇതിലുണ്ടായിരുന്നില്ല എന്ന ഒരു ഇതും അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നു. അതിനുശേഷം നിയമസഭയിൽ എനിക്ക് ഹുസൈൻ രണ്ടത്താണി MLA ആണ് ചോദ്യം ചോദിച്ചത് ഈ ഒരു വിവാദത്തെപ്പറ്റി. അപ്പോൾ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബി കുറച്ചൊരു സാറ് പറഞ്ഞ പോലെ വൈകാരികതയ്ക്കപ്പുറം പ്രതികരിച്ചതായിട്ടാണ് ഞാനതിൻ്റെ രേഖകൾ നോക്കിയപ്പോൾ മനസ്സിലാകുന്നത്. അധ്യാപകനെന്ന് പോലും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള ആളാണെന്നുള്ള രീതിയിൽ അദ്ദേഹം അതിലൊരു വലിയ മറുപടി അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാതെ നിയമസഭയിൽ തന്നെ പെട്ടെന്നൊരു ഇങ്ങനെയൊരു എതിരഭിപ്രായം അല്ലെങ്കിൽ എതിരായിട്ടൊരു മന്ത്രി തന്നെ, സംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറയുകയാണ്. അദ്ദേഹം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു MF ഹുസൈൻ അത്രത്തോളം വിവാദം ഉണ്ടായ സമയത്ത് ഈ രവിവർമ്മ പുരസ്കാരമൊക്കെ കൊടുത്ത അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്നവരായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ഇങ്ങനെ ഒരു മറുപടി വന്നത് യഥാർത്ഥത്തിൽ ആദ്യം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സാറിനെതിരെയുള്ള ഇടപെടലായിട്ട് തന്നെ വിഷയാക്രമികൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ലേ സാർ? ശരിക്കും ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കാൻ പാടുള്ളതല്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ജനങ്ങളോട് ഭരണകർത്താക്കൾ എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ മേലധികാരി എന്ന നിലയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രോ വൈസ് ചാൻസലർ തന്നെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അങ്ങനെ PT കുഞ്ഞു മുഹമ്മദിൻ്റെ പേരിൽ ഒരു പുസ്തകം MG യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാനില്ല എന്നുള്ളത് ശരിയാണ്. PT കുഞ്ഞു മുഹമ്മദിൻ്റെ പുസ്തകമല്ലത്, അദ്ദേഹം അതിൽ ഒരു ലേഖനം എഴുതിയിട്ട് ഉണ്ടെന്ന് മാത്രം. PM വിനുകുമാർ എഡിറ്റ് ചെയ്ത പുസ്തകം. അപ്പോൾ പിന്നെ അങ്ങനെ ആ പുസ്തകം കണ്ടെടുത്തി അതിൽ PT കുഞ്ഞു മുഹമ്മദുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം അതിനുണ്ടോ എന്ന് ശരിക്കും പരിശോധിച്ചതിന് ശേഷം വേണമായിരുന്നു പ്രോ വൈസ് ചാൻസലറും ഒരു അഭിപ്രായം പറയേണ്ടത്. കാരണം യൂണിവേഴ്സിറ്റിയുടെ ഉന്നതാധികാരിയായിട്ട് വർത്തിക്കുന്ന ആളാണ്. അവരുടെയൊക്കെ അഭിപ്രായം കേട്ടിട്ടാണ് പോലീസൊക്കെ തങ്ങളുടെ നടപടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ചോദ്യം ഉണ്ടായപ്പോൾ നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്നൊക്കെ മറുപടി പറയേണ്ടിയിരുന്നുള്ളൂ. അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ. അല്ലാതെ ആളുകൾ ബഹളം വെക്കുന്നുണ്ട്, നിയമസഭയിൽ ഒരു സാമാജികൻ അങ്ങനെ ചോദ്യം ഉന്നയിച്ചു എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ എന്നെ കുറ്റക്കാരനാക്കി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഔചിത്യമുള്ള ഒരു മന്ത്രിക്ക് ചേർന്ന നിലപാട് അല്ല എന്നാണ് അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള അനൗചിത്യം ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് അതൊക്കെ ഒരു വളക്കൂറായിട്ട് മാറി, അവർക്ക് ഭയങ്കര ഉത്തേജനമായിട്ട് മാറി. അതുപോലെ തന്നെ എന്നെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അത് കുഴപ്പമില്ല, അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യാം. പക്ഷേ കോളേജ് ആദ്യം എന്നോടൊപ്പം നിന്നിട്ട് എൻ്റെ ചോദ്യം ജെനുവിനായിട്ടുള്ള ചോദ്യമാണ് എന്നൊക്കെ പ്രിൻസിപ്പലിന് നേരത്തെ ദിവസം തന്നെ വിവരിച്ചു കൊടുത്തതാണ്. അതനുസരിച്ച് അദ്ദേഹം സമരക്കാരോടൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഏതാണ്ട് അവരുടെ ഒരു കലാപത്തിന് അല്ലെങ്കിൽ ഉദ്യോഗത്തിന് ശമനം വന്ന സമയത്താണ് മാനേജ്മെൻറ്റ് എന്നെ സംരക്ഷിക്കേണ്ട, എന്നെ തള്ളി പറയുന്നതാണ് സ്ഥാപനത്തിനും സഭയ്ക്കുമൊക്കെ നല്ലത്, അതാണ് എളുപ്പം. അങ്ങനെ അവർ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. എന്നിട്ടവർ ഇങ്ങനെ സംഭവിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ കുറ്റം സമ്മതിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്നെ കുറ്റവാളിയാക്കി മാറ്റിയിട്ട് അവർ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ, അങ്ങനെ പ്രസ്താവനയൊക്കെ പ്രിൻസിപ്പൽ ഇറക്കിയപ്പോൾ കലാപം ശമിക്കുകയല്ല ചെയ്തത്, അത് ഭയങ്കര വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർ വെറുതെ ഇങ്ങനെ പറഞ്ഞു വെച്ച ഒരു സംഗതി കോളേജിൻ്റെ അധികാരികളൊക്കെ സമ്മതിച്ചു എന്ന് വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഉത്തേജിതരായിട്ട് അവർ ഭയങ്കരമായിട്ട് കലാപകാരികളായിട്ട് മാറി. അതുവരെ അവർ പിന്നെ എന്താണ് പ്രതിഷേധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതിഷേധം കലാപമായി മാറിയത് അപ്പോഴാണ്. അപ്പോൾ ഈ ഒരു നിസ്സാര സംഭവത്തെ, ഒരു പ്രതിഷേധത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു സംഗതിയെ, വിവാദത്തെ, അത് വലിയ പ്രതിഷേധമായിട്ടും പിന്നീട് കലാപമായിട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ അധികാരസ്ഥാനത്തുള്ളവർ,
അവരുടെ വികലമായിട്ടുള്ള ചില നടപടികൾ അതിന് കാരണമായി എന്ന് തന്നെയാണ് ഞാൻ എന്നും വിചാരിക്കുന്നത്.